നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് പുതിയ സാമ്പത്തിക വർഷം പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം ആരംഭിച്ചത്. US-ഇറാൻ സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടുന്നതിന്റെ സൂചനകളാണ് പുതിയ സീരീസിലെ ആദ്യ സെഷൻ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിന് കരുത്തേക്കിയത്. ഇതോടെ 2 ദിവസത്തെ നഷ്ടം നികത്തി ശക്തമായ നോട്ടിൽ അവസാനിപ്പിച്ചു. എല്ലാ മേഖലകളിലും ബ്രോഡർ ഇൻഡെക്സുകളിലും ഉണ്ടായ ബൈയിങ് ഇൻട്രസ്റ്റ് മൂലം നിഫ്റ്റി 22,900 എന്ന നിലയിൽ ഗ്യാപ്പ് അപ്പിൽ വ്യാപാരം ആരംഭിച്ചു. വ്യാപാരത്തിനിടയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായെങ്കിലും ബെഞ്ച്മാർക്കുകൾ നേട്ടം നിലനിർത്തുകയും മികച്ച നിലയിൽ ക്ലോസ് ചെയ്യുകയും ചെയ്തു. വ്യാപാരം അവസാനിക്കുമ്പോൾ സെൻസെക്സ് 1186 പോയിന്റ് അഥവാ 1.65% ഉയർന്ന് 73,134-ലും, നിഫ്റ്റി 348 പോയിന്റ് അഥവാ 1.56% വർദ്ധിച്ച് 22,679.4-ലും എത്തി. നിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡെക്സ് 2.2%, സ്മോൾ ക്യാപ് ഇൻഡെക്സ് 3.3% നേട്ടം രേഖപ്പെടുത്തിയതോടെ ബ്രോഡർ മാർക്കറ്റുകൾ പ്രധാന സൂചികകളേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. BSE ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ വിപണി മൂല്യം തിങ്കളാഴ്ച ഇന്ന് 412.41 ലക്ഷം കോടി രൂപയിൽ നിന്ന് ഏകദേശം 10 ലക്ഷം കോടി രൂപ വർദ്ധിച്ച് 422.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഒരു കരാറുണ്ടായാലും ഇല്ലെങ്കിലും അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ US ഇറാനിൽ നിന്ന് പിന്മാറിയേക്കാമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ പരാമർശം വിപണി കാത്തിരുന്നത് ഉത്തേജകമായി. അന്താരാഷ്ട്ര വിപണികളും ഇതിനോട് അനുകൂലമായി തന്നെയാണ് പ്രതികരിച്ചത്. US, യൂറോപ്യൻ, ഏഷ്യൻ സൂചികകളെല്ലാം തന്നെ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു. ഏഷ്യൻ വിപണികളിൽ കോസ്പി 7% കുതിച്ചുയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തായ്വാൻ, നിക്കി എന്നിവ 4%-ലധികവും നേട്ടമുണ്ടാക്കി. ഇത് ആഗോള വിപണികളെ ബാധിച്ചിരുന്ന ഭൗമ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഒഴിഞ്ഞു മാറുന്നതിന് അടിവരയിടുന്നു. യൂറോപ്യൻ സഖ്യകക്ഷികളെ ട്രംപ് പരസ്യമായി വിമർശിച്ചതിനെ തുടർന്ന് പ്രതിരോധ മേഖല ഇന്ന് ഏകദേശം 5% ഉയർന്ന് മുൻനിരയിലെത്തി. പൊതുമേഖലാ ബാങ്കുകൾ, കെമിക്കൽസ് എന്നീ മേഖലകൾ ഏകദേശം 4% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ഇറാൻ വിഷയത്തിലെ പുരോഗതിയെ തുടർന്ന് ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില $100 നിലവാരത്തിലേക്ക് താഴ്ന്നത് എനർജി സെക്ടറിനും ആശ്വാസമായി. എന്നിരുന്നാലും വിപണി ജാഗ്രതയോടെയുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഇന്ത്യ വിക്സ് 25 എന്ന നിലവാരത്തിൽ തുടരുന്നത് അനിശ്ചിതത്വം പൂർണ്ണമായും മാറിയിട്ടില്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. റാലിയുടെ തുടർച്ച എന്നത് സംഘർഷങ്ങളിലെ യഥാർത്ഥ കുറവിനെയും ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള ഊർജ്ജ വിതരണ പാതകൾ തുറക്കുന്നതിനെയും ആശ്രയിച്ചിരിക്കും. ടെക്നിക്കൽസ് നോക്കിയാൽ എൻറിച്ച് മണിയുടെ പൊന്മുടി ആർ പറയുന്നത് ഒരു റിക്കവറി നൽകി വലിയൊരു ഗ്യാപ്പ് അപ്പോടെ തുറന്നെങ്കിലും 22,900, 23,000 റെസിസ്റ്റൻസ് മേഖലയ്ക്ക് സമീപം വിൽപ്പനാ സമ്മർദ്ദം അനുഭവപ്പെട്ടു എന്നാണ്. സൂചിക ക്രമേണ 22,650 സപ്പോർട്ട് സോണിലേക്ക് താഴ്ന്നു. താഴെ 22,500 നിലവാരം നിലനിർത്താനായില്ലെങ്കിൽ വീണ്ടും ഒരു വിൽപ്പനാ സമ്മർദ്ദം ഉണ്ടാവുകയും സൂചിക 22,300-ലേക്കും പിന്നീട് 21,700-ലേക്കും താഴാൻ സാധ്യതയുണ്ട്. മുകളിൽ 23,000 എന്നത് പ്രധാന റെസിസ്റ്റൻസ് ആണ്. ഇതിന് മുകളിലെ സ്ഥിരത കൈവരിക്കാത്ത പക്ഷം ഓരോ ഉയർച്ചയിലും വിൽപ്പനാ സമ്മർദ്ദം തുടരാൻ തന്നെയാണ് സാധ്യത. അതേസമയം ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പ് അപ്പോടെ തുറന്നെങ്കിലും 51,800-ൽ പ്രതിരോധം നേരിട്ടു. 51,200, 51,100 സോണിൽ ശക്തമായ പിന്തുണ കണ്ടെത്തിയിട്ടുണ്ട്. 52,000 എന്ന ലെവലിലേക്ക് തിരിച്ചു കയറാൻ ശ്രമിച്ചെങ്കിലും ഉയർന്ന നിലവാരത്തിൽ പരാജയപ്പെട്ടു. 52,000-ന് മുകളിൽ ഒരു നീക്കം ഉണ്ടായാൽ മാത്രമാണ് ബുള്ളിഷ് ട്രെൻഡ് സ്ഥിരീകരിക്കാനാവൂ. താഴെ 51,000 തകരുകയാണെങ്കിൽ 50,500 വരെ ഇടിവുണ്ടായേക്കാമെന്നും പൊന്മുടിയാർ പറയുന്നുണ്ട്. ലിവ് ലോങ് വെൽത്തിലെ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഹരിപ്രസാദിന്റെ അഭിപ്രായം കൂടി നോക്കാം. നിഫ്റ്റി 50 സൂചിക 22,900 സോണിന് സമീപം ഗ്യാപ്പ് അപ്പോടെയാണ് വ്യാപാരം ആരംഭിച്ചതെങ്കിലും നിർണായകമായ 23,000 എന്ന സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് നിലവാരത്തിന് മുകളിൽ ആക്കം നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു. ഈ നിലവാരത്തിലെ വലിയ തോതിലുള്ള കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൺസെൻട്രേഷൻ ശക്തമായ ഒരു സപ്ലൈ ഏരിയയാണ് സൂചിപ്പിക്കുന്നത്. സെഷന്റെ തുടക്കത്തിൽ തന്നെ ഉയർന്ന നിലവാരത്തിൽ നിരസിക്കപ്പെട്ട സൂചിക വ്യാപാരത്തിലുടനീളം സെൽ ഓൺ റൈസ്, അതായത് ഉയർച്ചയിൽ വിൽക്കുക എന്ന ഘടനയാണ് പ്രകടമാക്കിയത്. ഡൗൺ സൈഡിൽ OA ക്ലസ്റ്ററുകളുടെയും മുൻ സ്വിംഗ് ലെവലുകളുടെയും പിന്തുണയുള്ള 22,500, 22,600 സോൺ ഇപ്പോൾ ഉടനടിയുള്ള സപ്പോർട്ടായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ പരിധിക്ക് താഴേക്ക് സൂചിക പോവുകയാണെങ്കിൽ ശക്തമായ പുട്ട് OA ബിൽഡപ്പ് ഉള്ള 22,000 എന്ന നിർണായക നിലവാരത്തിലേക്ക് ഇടിവ് നീണ്ടേക്കാം. മുകൾ വശത്ത് 22,900-ഉം അതിന് പിന്നാലെയുള്ള 23,000-ഉം ശക്തമായ റെസിസ്റ്റൻസ് മേഖലയായി തുടരുന്നുണ്ട്. മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ സമ്മിശ്രമായിട്ടുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. RSI 37-ന് ചുറ്റും നിൽക്കുന്നത് ദുർബലമാണെങ്കിലും ന്യൂട്രൽ ആയ ഒരു ഘടനയെ കാണിക്കുന്നുണ്ട്. അതേസമയം CCI -115-ന് അടുത്തായിരിക്കുന്നത് ലാഭമെടുപ്പ് തുടരുന്നതിനെ സൂചിപ്പിക്കുകയും വിപണിയിലെ നിലവിലുള്ള സെൽ ഓൺ റൈസ് ചായ്വിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്.
ചുരുക്കത്തിൽ ഇന്നത്തെ പ്രകടനം സെന്റിമെന്റ്സ് അടിസ്ഥാനമാക്കിയുള്ള ഒരു തിരിച്ചുവരവും അതിനെ തുടർന്നുള്ള ലാഭമെടുപ്പുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇത് നിലവിലെ വിപണി സാഹചര്യത്തിന്റെ അസ്ഥിരതയെ എടുത്തു കാണിക്കുന്നുണ്ട്. കുറയുന്ന വോളട്ടിലിറ്റിയും അനുകൂലമായ പോളിസി സൂചനകളും വിപണിക്ക് കുറച്ച് സ്ഥിരത നൽകുന്നുണ്ടെങ്കിലും സുസ്ഥിരമായ ഒരു മുന്നേറ്റത്തിന് ശക്തമായ ഫണ്ടമെന്റൽ ഘടകങ്ങളും ആഗോള സംഭവ വികാസങ്ങളിൽ കൂടുതൽ വ്യക്തതയും ആവശ്യമാണ്. അതുവരെ വിപണി ഒരു പരിധിക്കുള്ളിൽ അഥവാ റേഞ്ച് ബൗണ്ടിൽ ജാഗ്രതയോടെ തുടരാനാണ് സാധ്യത എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.